ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ ചെറുനാരങ്ങേൻ്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിതാ ഉലുവ വറുത്തൊരു പാത്രത്തിൽ തന്നെയാട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാത്രത്തിന് വൃത്തിയിലൊന്നും ആരും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് എണ്ണ പാർന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒന്ന് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് പിന്നെ അതിലിടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ച ചെറുനാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം കഴിവതും ചെറുനാരങ്ങ മുറിക്കുമ്പോൾ കുരു പോക്കാൻ ശ്രമിക്കുക. കാരണം കുരുവിൻ്റെ കയ്പ്പ് കൂടി ആകുമ്പം എന്താ പറയുക, ഭയങ്കര കയ്പ്പായിട്ട് തോന്നും. അപ്പോൾ കഴിയുന്നതും കുരു പോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേയൊക്കെ പോക്കിയിട്ടുണ്ട്, എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. പിന്നെ ഞാൻ ഇതിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ കായ ഒന്ന് ചൂടാക്കി ഒന്ന് ചതുക്കിയിട്ടിട്ടതാട്ടോ. അപ്പോൾ അതും കൂടി കെട്ടിയിട്ട് ചെറുനാരങ്ങ ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൂട്ടി യോജിപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നാരങ്ങ നന്നായി വെന്തൊക്കെ വന്ന് നല്ല സ്മെല്ലൊക്കെ വന്നിരുന്നു കേട്ടോ. നല്ലൊരു മണം. അപ്പോൾ ഒന്ന് വെന്ത് നല്ലൊരു ഇതായിട്ട് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങൻ്റെ അച്ചാർ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് എന്താ പറയുക, അന്ന് ഞാൻ വിചാരിച്ചു ചിലവാവില്ല, എന്താ പറയുക, ആർക്കും ഇഷ്ടമാവില്ല. പക്ഷേ നന്നായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് കുപ്പി കാലിയായി കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ എന്താ പറയുക, നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും പിന്നെയും ഉണ്ടാക്കാനുള്ളൊരു മനസ്സുണ്ടാവുമല്ലോ. അപ്പം പിന്നെ അങ്ങനെ കേട്ടോ പിന്നെയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ആദ്യം അച്ഛൻ നാരങ്ങ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അച്ചാർ തന്നെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതെന്ന് വെച്ചാൽ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്, ഞാൻ അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്തിട്ട് ബാക്കി കുറച്ച് അധികം എന്താ പറയുക, ഒരു സ്പൂണിലധികമായിട്ട് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അച്ചാർപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി നല്ല സെറ്റായി വന്നതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം അത് ഒന്ന് ഇളക്കിയതിന് ശേഷം, കാരണം നാരങ്ങാൻ്റെ ആ തോടിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് അധികം വേവിക്കുന്നത്. അല്ല, ചിലർ ആവിയിൽ വെച്ച് വേവിച്ചതിന് ശേഷമൊക്കെയാണ് നാരങ്ങ അച്ചാറിടൽ കേട്ടോ. അപ്പം എന്താ പറയുക, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തത് ഉലുവപ്പൊടിയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പഞ്ചസാരക്ക് പകരം കാരക്കൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അച്ചാർ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.